ഹായ്, ഞാൻ ARB രഞ്ജു. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തെക്കുംകര പഞ്ചായത്തിൽ പുന്നമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പുതിയ വീടിൻ്റെ കട്ട്ളോപ്പ് തുടങ്ങാൻ പോകുന്നത്. ഇത് നമ്മുടെ ഹുസാറ്റിൽ, എറണാകുളത്തെ ഹുസാറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ശശിധരൻ സാറിനും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് പണിയുന്ന വീടാണിത്. നമ്മുടെ ചിങ്ങമാസത്തിലെ ലാസ്റ്റ് മുഹൂർത്തമാണ്. ഇനി നമ്മുടെ കന്നിമാസം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ചിങ്ങമാസത്തിൽ ലാസ്റ്റ് മുഹൂർത്തവും അതിലെ നാലാമത്തെ അതിൻ്റെ കട്ട്ളോപ്പും അതിൻ്റെ വിശേഷങ്ങളും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇത് ചെറിയ ബഡ്ജറ്റിൽ ആൾ റിട്ടയർമെൻറ്റ് ലൈഫും ഫാമിലിയായിട്ട് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലവും വീടും കൂടിയിട്ട് വളരെ ചെറിയ ബഡ്ജറ്റിൽ ആണ് നമ്മൾ ചെയ്യണത്. കാലത്ത് ഇന്ന് വ്യാഴാഴ്ചയായിരുന്നു, നമ്മൾ ഗുരുവായൂരൊക്കെ പോയിട്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് നെറ്റിയിൽ നിന്നൊക്കെ ഇത്രയും പ്രസാദം ചന്ദനമൊക്കെ ഉള്ളത്. നമ്മൾ ഗുരുവായൂർ ഭക്തനാണ്. ബഡ്ജറ്റിൽ പണിയുന്ന വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പണികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ മെയ്സിനായിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത് അജയൻ എന്ന് പറഞ്ഞിട്ടുള്ള കുമ്പളങ്ങാട് എന്നുള്ള ആളെയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. കിഴക്കോട്ട് നമ്മുടെ ചിങ്ങമാസത്തിലത്തെ വീടിൻ്റെ നാലാമത്തെ വീടിൻ്റെ കട്ട്ളോപ്പും അതിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത്. തൊട്ടിൽ നമ്മുടെ കട്ട്ളോപ്പ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തേതായിട്ട് ചേച്ചി നമ്മുടെ നിലവിളക്ക് കിഴക്കോട്ടുള്ള തിരിയുടെ ചേച്ചി ആദ്യത്തെ ഈ ഫ്രണ്ടിലേക്കുള്ള തിരിയില്ലേ അത് കത്തിക്കുക. ആയിക്കോട്ടെ, എടുത്തത് എന്തായാലും കത്തിച്ചോളൂ. ഭാഗമായിട്ട് നമ്മുടെ നിലവിളക്കൊക്കെ കത്തിച്ചു, ചന്ദനത്തിരി നിലവിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഓണൊക്കെ ആയിരുന്നു ഇഷ്ടം പോലെ അതൊക്കെ എടുത്ത് വെച്ചോളൂ. ആ മാലയൊക്കെ അതിലേക്ക് ഇറക്കി വെച്ചോളൂ. നമ്മൾ ഓണൊക്കെ ആയിരുന്നു, അതിലൊക്കെ ചന്ദനമുണ്ട്. അമ്പലത്തിൽ നിന്ന് ഏതെങ്കിലും പൂവ് എടുത്തിട്ടായിരിക്കും വയ്ക്കുക. ചേച്ചി അമ്പലത്തിൽ നിന്ന് ഇനി അതെടുക്കുമോ നമ്മൾ പഞ്ചലോഹം അല്ലേ അത്? അതാ ബോക്സ് വയ്ക്കും. അല്ല അത് ഞാൻ ഇതായില്ലേ, ഞാൻ അത് വയ്ക്കൂ. ആ പൂവ് കുറച്ച് പൂവ് വെച്ചാൽ മതി. നമ്മൾ അവർക്ക് അറിയണ രീതിയിൽ ചെറിയ പൂജയൊക്കെ ചെയ്തിട്ട് നമ്മൾ കട്ടയുടെ മുകളിൽ ആ മാലകളൊക്കെ ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിങ്ങമാസത്തിലത്തെ കട്ട്ളോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാലാമത്തെ വീടിൻ്റെ കട്ട്ളോപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചുളന്നിട്ട് അതിൽ കുറച്ച് ഇതിൽ 2 പൂ കൊടുത്തിട്ടോ. പതുക്കെ ചേച്ചി പതുക്കെ വായോ. നമ്മുടെ കട്ട്ളോപ്പ് അങ്ങനെ കട്ട്ളേനെ നമ്മൾ ഉയർത്തി ഇനി നമ്മൾ കട്ട്ളേനെ കയറിട്ട് കെട്ടി ടൈറ്റാക്കാണ്. അത് നമ്മുടെ ചിങ്ങമാസത്തിലത്തെ കട്ട്ള വളരെ ഐശ്വര്യത്തോടുകൂടി കുടുംബത്തിന് വളരെ പെട്ടെന്ന് വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് നല്ലോണം പോലെ ആവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ
പണിക്കാരും നമ്മുടെ മേയ്സനും എല്ലാവരും കൂടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മേയ്സൻ തൂക്കമൊക്കെ ഇട്ട് അത് കട്ട്ള എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ കട്ട്ളേനെ ടൈറ്റാക്കി മറ്റുള്ള പണികളൊക്കെ ആരംഭിക്കുക. അപ്പം നമ്മുടെ ചിങ്ങമാസത്തിലത്തെ 4ാമത്തെ കട്ട്ള വെപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഈ ചിങ്ങമാസത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ എല്ലാ കടാക്ഷം കൊണ്ടും ഐശ്വര്യം കൊണ്ടൊക്കെ നമുക്ക് 4 വീടിൻ്റെ പണികളാണ് നമ്മൾ ഈ ചിങ്ങമാസത്തിൽ മാത്രമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ചിങ്ങയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. അവർക്ക് കൊടുക്കും. അജയന് കൊടുക്കുമോ? അജയൻ നമ്മുടെ സൈറ്റിലേക്ക് സാധനം കൊണ്ടുവരുന്ന ആളാണ്.